നിങ്ങൾ നീലക്കാർഡുകൾക്കുള്ള ആനുകൂല്യങ്ങൾ നിർത്തിയിരിക്കുക. ഇതൊക്കെ എന്താണ്? പൊതുമാർക്കറ്റിൽ വിലക്കയറ്റം ഉണ്ടാക്കും. പൊതുമാർക്കറ്റിലെ വിലക്കയറ്റം തടയാനാണ് പൊതുവിതരണ സംവിധാനങ്ങളെ നമ്മൾ ശക്തിയായി നിർത്തിയത്. അതിനെല്ലാം നിങ്ങൾ എന്താണ് ഇത് അന്ത്യം പ്രഖ്യാപിച്ചിരിക്കുക, മരണ വാറണ്ട് ഇറക്കിയിരിക്കുകയാണ്. നിങ്ങളുടെ ധവളപത്രം ഞങ്ങൾക്കറിയാം. ഇവിടുത്തെ സാമൂഹ്യ ക്ഷേമ മേഖലക്കുള്ള ഒരു മരണ വാറണ്ടായിരിക്കും. ഒരു മരണ വാറണ്ട് ഇറക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. പണ്ട് AK ആന്റണി 2001 ഇറക്കിയ ധവളപത്രം നമ്മൾ കണ്ടതാണ്. ആ ധവളപത്രത്തിന്റെ പശ്ചാത്തലത്തിലാണ് പെരിയാർ നദി വരെ വിൽക്കാനുള്ള തീരുമാനം നിങ്ങൾ എടുത്തത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രമല്ല, നദി വരെ വിൽക്കാൻ തീരുമാനിച്ചവരാണ് നിങ്ങൾ. നിങ്ങൾ വെള്ളാപ്പള്ളിയെ വലിയ രീതിയിൽ പ്രശ്നവൽക്കരിച്ചവരാണ് തെരഞ്ഞെടുപ്പിന്റെ കാലത്ത്. ഇപ്പോഴെന്താ സ്ഥിതി? നിങ്ങളുടെ നേതാക്കന്മാർക്ക് നിൽക്കാൻ നേരമുണ്ടോ? മകൻ വെള്ളാപ്പള്ളിയും അച്ഛൻ വെള്ളയും മാറി മാറി പോയി കാണുകയാ, ഷാളുകൾ അടിയിച്ച് സ്വീകരിക്കുക. ഈ സതീശന് ഉളുപ്പുണ്ടോ? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലെ കാപട്യത്തല്ലേ അത് കാണിക്കുന്നത്? മന്ത്രി ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിലാണ് പോയത്. 6 മാസം എന്നുള്ളത് ഒരു നീതിപൂർവകമായ സമയമല്ല. ഒരു സർക്കാരിനെ സംബന്ധിച്ച് ഒരു കാര്യം തുടങ്ങി ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ ന്യായമായും 6 മാസം വേണം. അപ്പോൾ പ്രതിപക്ഷം സ്വാഭാവികമായിട്ടും വിഷയങ്ങൾ നിയമസഭയ്ക്കകത്ത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതിനപ്പുറത്തൊരു തടസ്സമായി അത്രയും കാലമെങ്കിലും കുറഞ്ഞത് നിൽക്കാതിരിക്കേണ്ടേ? ക്രിയാത്മകമായ പ്രതിപക്ഷമായി പ്രവർത്തിക്കുമോ? ഇന്നിപ്പോൾ നിയമസഭയിൽ അടിയന്തര പ്രമേയം വന്നു, അത് വാലിഡായിട്ടുള്ളൊരു വിഷയമായിരുന്നു. സർക്കാർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് അവരെ വിലയിരുത്താൻ ഒരു 6 മാസം കൊടുക്കുമോ? അല്ല, പ്രതിപക്ഷം സമയം കൊടുക്കാത്ത പ്രശ്നമല്ല ഇത് നയ പ്രഖ്യാപന പ്രസംഗത്തിൽ അത് UDF സർക്കാരിൻ്റെ നയപ്രഖ്യാപന പ്രസംഗമാണ്. ഗവർണർ RSS ആണെങ്കിലും പ്രസംഗം UDF സർക്കാരിൻ്റെതല്ലേ. UDF സർക്കാർ തയ്യാറാക്കിയ ഒരു നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒരു വരി പോലും ഗവർണറിന് വിടേണ്ടി വന്നില്ല. നേരത്തെ നമുക്കറിയാം LDF തയ്യാറാക്കിയ പ്രസംഗത്തിലെ പല വരികളും ഗവർണറിന് വിടേണ്ടി വന്നു. ആ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ലോകവും നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും നേരിടുന്ന പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഗുരുതരമായ ഒരു അവസ്ഥയെക്കുറിച്ച്, ഈ പെട്രോളിയം വിലവർധന ഉൾപ്പെടെ ഇന്ധന വിലവർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പരാമർശങ്ങളില്ല. അപ്പോൾ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന, എന്നിട്ട് എന്താണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ ധവളപത്രം ഇറക്കും. എന്ത് ധവളപത്രം? നിങ്ങൾ ധവളപത്രം ഇറക്ക്. കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ ഇടതുപക്ഷത്തിൻ്റെ 10 വർഷക്കാലം ഇവിടുത്തെ GDP ആനുപാതികമായി വളർച്ചയുണ്ടായിട്ടുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പരിശോധിക്കാമല്ലോ. ഞങ്ങൾ നിങ്ങളുടെ ഈ ധവളപത്രത്തെ കാത്തിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞത് എന്താണ്? പിണറായി വിജയൻ എന്താണ് വെള്ളാപ്പള്ളി നടേശനെ വിമർശിക്കുന്നില്ല. ഇപ്പോഴെന്താണ് സ്ഥിതി? എൻ്റെ സുഹൃത്ത് സേനാപതി വേണു ഇടതുപക്ഷക്കാരുടെ വോട്ടൊക്കെ വാങ്ങി ജയിച്ചതിനെ കുറിച്ചൊക്കെ വളരെ അഹങ്കാരപൂർവ്വം സംസാരിക്കുക. കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രത്യയശാസ്ത്രം ജൽപ്പനാണ് അദ്ദേഹത്തിന്, പ്രത്യയശാസ്ത്ര ജൽപ്പനാണ്. ഇങ്ങനെയുള്ളൊരു ചർച്ചയിൽ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന കാര്യങ്ങളെ, കമ്മ്യൂണിസത്തെ അങ്ങനെ ഒരു പ്രത്യയശാസ്ത്ര ജൽപ്പനമായിട്ടൊന്നും ആക്ഷേപിക്കേണ്ട ഒരാവശ്യവും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധിക്കില്ല. ഞാൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ വെള്ളാപ്പള്ളിയെ വലിയ രീതിയിൽ പ്രശ്നവൽക്കരിച്ചവരാണ് തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത്. ഇപ്പോഴെന്താ സ്ഥിതി? നിങ്ങളുടെ നേതാക്കന്മാർക്ക് നിൽക്കാൻ നേരമുണ്ടോ? മകൻ വെള്ളാപ്പള്ളിയും അച്ഛൻ വെള്ളയും മാറി മാറി പോയി കാണുകയാ, ഷാളുകൾ അടിയിച്ച് സ്വീകരിക്കുക. ഈ സതീശന് ഉളുപ്പുണ്ടോ? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലെ കാപട്യത്തല്ലേ അത് കാണിക്കുന്നത്? മന്ത്രി ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിലാണ് പോയത്. ഇതുപോലുള്ള ചർച്ചയിൽ ഞാൻ അഭിലാഷുമായിട്ടുള്ള ചർച്ചയിൽ ഞങ്ങളൊക്കെ എത്രത്തിൽ ബുദ്ധിമുട്ടിയാണ് മറുപടി പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശനെ നിങ്ങൾ മുസ്ലിം വിരുദ്ധ പ്രസ്താവന നടത്തിയതിൽ, മലപ്പുറം വിരുദ്ധ പ്രസ്താവന നടത്തിയതിൽ അപലപിച്ചോ, തുറന്നു കാണിച്ചോ, നിങ്ങൾ എതിർത്തോ എന്ന് ആവർത്തിച്ച് ചോദിച്ചവരല്ലേ. ഇപ്പോൾ ഈ വെള്ളാപ്പള്ളിയെ പോയി ഷാളടിയിക്കുന്നതിൽ, വെള്ളാപ്പള്ളിയുടെ മകൻ എന്ന് പറയുന്നത് NDAയുടെ സംസ്ഥാന കൺവീനറാണ്, കേരള സംസ്ഥാന കൺവീനറാണ്. അപ്പോൾ ഇതിലെല്ലാം എന്താണ് ചില അരമന രഹസ്യങ്ങളുണ്ട്. ആ അരമന രഹസ്യങ്ങൾ എന്താണ്? ഇവിടെ സേനാപതി വേണു പറഞ്ഞ പോലെ അത് ഇടതുപക്ഷക്കാരെ വോട്ട് കൊണ്ട് മാത്രമല്ല കേട്ടോ, ഈ BJPക്കാരുടെ വോട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. 2 സീറ്റുകൾ നിങ്ങൾ നേടിയപ്പോൾ അതിന് പിറകില് BJPയുമായിട്ടുള്ള ഡീലുണ്ട്. ആ ഡീലിന്റെ അനന്തരഫലം എന്ന നിലക്കാണ് 3 മണ്ഡലങ്ങളിൽ BJPക്ക് ജയിച്ചു കയറാൻ കഴിഞ്ഞത്. കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 3 BJP MLAമാരുണ്ടായത്. അതുകൊണ്ട് ഞങ്ങളെ അങ്ങനെ അങ്ങ് കൊച്ചാക്കി കളിയാതൊന്നും വിചാരിക്കണ്ട. ഞങ്ങൾക്ക് പരാജയമുണ്ടായിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങൾ ഞങ്ങൾ സത്യസന്ധമായി, ആത്മവിമർശനമായി, സൂക്ഷ്മതയിൽ തന്നെ പരിശോധിക്കും. ഞങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ ഞങ്ങൾ തിരുത്തി മുന്നോട്ട് പോകും. പക്ഷേ മിസ്റ്റർ G. സുധാകരനെ പോലുള്ള ഒരു തലമുതിർന്ന പഴയ കമ്മ്യൂണിസ്റ്റുകാരൻ ഇപ്പോൾ കമ്മ്യൂണിസത്തെ കുഴപ്പങ്ങൾ പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കേണ്ട. അദ്ദേഹത്തോട് വളരെ വിനയപൂർവ്വം ഞങ്ങൾക്ക് പറയാനുള്ളത്, മാർക്സിസം എന്ന് പറയുന്നത് ഒരു കേരള നിയമസഭയിലെ ഒരു തെരഞ്ഞെടുപ്പിനെ മാത്രം ആശ്രയിച്ചിട്ടുള്ള സാമൂഹ്യ വിപ്ലവ പദ്ധതിയോ രാഷ്ട്രീയ പ്രവർത്തന പരിപാടിയോ ഉള്ള ഒരു പ്രസ്ഥാനമല്ല മാർക്സിസ്റ്റുകൾ എന്ന് പറയുന്നത്. അവർക്ക് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാക്കാം. ചിരിയിൽ അലണ്ടയെ അട്ടിമറിക്കപ്പെട്ടിട്ടില്ലേ? എന്തിന് ബൊളീവിയയിൽ
കടുത്ത ദേശാൽക്കരണ നടപടികൾ നടത്തിയ യുവാ മൊറൈൽസ് തെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയിട്ടില്ലേ? തെരഞ്ഞെടുപ്പുകൾ പോലും ഹൈജാക്ക് ചെയ്യപ്പെടും. നിങ്ങൾ നടത്തിയ അപവാദ പ്രചരണങ്ങൾ, നുണപ്രചരണങ്ങൾ, അത് പാവപ്പെട്ട ന്യൂനപക്ഷങ്ങളും പലരും വിശ്വസിച്ചു. അതാണ് പ്രശ്നം. അതൊക്കെ അവർക്ക് തിരിച്ചറിയും. ഇപ്പൊ എന്താണ് 50 കിലോ അരി ഉൾപ്പെടെയുള്ള ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് വിപണിയെ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കേരളം കാലാകാലമായി ചെയ്തിരുന്ന ആനുകൂല്യങ്ങൾ നിങ്ങൾ നിർത്തിയിരിക്കുക. നിങ്ങൾ നീലക്കാർഡുകൾക്കുള്ള ആനുകൂല്യങ്ങൾ നിർത്തിയിരിക്കുക. ഇതൊക്കെ എന്താണ്? പൊതുമാർക്കറ്റിൽ വിലക്കയറ്റം ഉണ്ടാക്കും. പൊതുമാർക്കറ്റിലെ വിലക്കയറ്റം തടയാനാണ് പൊതുവിതരണ സംവിധാനങ്ങളെ നമ്മൾ ശക്തിയായി നിർത്തിയത്. അതിനെല്ലാം നിങ്ങൾ എന്താണ് ഇത് അന്ത്യം പ്രഖ്യാപിച്ചിരിക്കുക. മരണവാരണ്ട് ഇറക്കിയിരിക്കുകയാണ്. നിങ്ങളെ ധവളപത്രം ഞങ്ങൾക്കറിയാം. ഇവിടുത്തെ സാമൂഹ്യ ക്ഷേമ മേഖലക്കുള്ള ഒരു മരണ വാറണ്ടായിരിക്കും. ഒരു മരണ വാറണ്ട് ഇറക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. പണ്ട് AK ആന്റണി 2001 ഇറക്കിയ ധവളപത്രം നമ്മൾ കണ്ടതാണ്. ആ ധവളപത്രത്തിന്റെ പശ്ചാത്തലത്തിലാണ് പെരിയാർ നദി വരെ വിൽക്കാനുള്ള തീരുമാനം നിങ്ങൾ എടുത്തത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രമല്ല, നദി വരെ വിൽക്കാൻ തീരുമാനിച്ചവരാണ് നിങ്ങൾ.